ഇന്ന് നമുക്ക് മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കതിനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് 1/2 കപ്പ് റവ വേണം. നമുക്ക് റവ വറുത്തതോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തൈര് ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തെടുക്കണം. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തതും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള നമുക്ക് ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാളയും ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ട ചിക്കി പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മുട്ട മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുട്ട ചേർക്കാവുന്നതാണ്. മുട്ട നല്ലതുപോലെ വറുത്തെടുക്കണം. പിന്നെ ഗരം മസാലയ്ക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇത്രയും മാത്രം മതിയാവും. ഇത് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മുട്ടയും നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. ഇത് നല്ലതുപോലെ തണുക്കട്ടെ. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് റവയൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റവ ഏകദേശം ഒരു 10 മിനിറ്റായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനെ നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 1/2 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ റവ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു പരുവത്തിലായിരിക്കും ഈ മാവ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒട്ടും തന്നെ തരി ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെ ഇരിക്കണം. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു പരുവത്തിലാണ് ഈ മാവ് ഉണ്ടാവേണ്ടത്. ഇതുപോലെ ആയിരിക്കണം മാവ്. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്താലും മതി. പക്ഷേ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ചെറിയ ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ മാവ് നമുക്ക് ഈ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെയാണ് ഇരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല കനം കുറച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം. നമുക്ക് എത്രയും കനം കുറച്ച് വേണോ അത്രയും നമുക്ക് കനം കുറച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ഈ ദോശ പോലെ ചുട്ടെടുക്കണം. ഈ തവ ഒട്ടും തന്നെ ചൂടാവാൻ പാടില്ല. അഥവാ അത് തവ ചൂടായി പോണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ദോശയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ ഫില്ലിങ്ങും റെഡിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ദോശ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഈ സോസ് ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സോസ് ഇതേപോലെ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ടയുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഈ ഫില്ലിങ്ങും നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിന് നമ്മൾ മടക്കിയെടുക്കണം. ഒരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് വേണം നമ്മളിത് മടക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ റവയിൽ ചുട്ടെടുത്ത കാരണം തന്നെ ഇത് നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും, വിട്ട് വരില്ല. ജസ്റ്റ് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതേപോലെ ഓരോ ബോക്സിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇത് ഓരോന്നും എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതിലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് തവയിലിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ഈ തവയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നല്ലതുപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബോക്സും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ വെന്തതാണ്. ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്രിസ്പി ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതേപോലെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. 2 സൈഡും നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മുട്ട അല്ലാതെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. മുട്ടയൊന്നും കഴിക്കാത്തവർ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി നമ്മൾ കാണിച്ച മസാലയിൽ തന്നെ മുട്ടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വെജിറ്റേറിയൻസിന് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണിപ്പോൾ. ഇത്രയുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതേപോലെ തന്നെ സ്നാക്കായിട്ടും കഴിക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ഇതേപോലെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും, അല്ലാതെ നമുക്ക് കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.